സൂക്ഷ്മവും അനായാസവുമായ കലയാണ് ധ്യാനം. ആ കല ഭവതിയുടെയും എന്റെയും ചലനങ്ങൾക്കും പ്രചണ്ഡ ലാസ്യ നൃത്ത ചുവടുകൾക്കും ആധാരമാണ്. ഞാൻ വേദമാണ് അനുശാസിക്കുന്നത്. കലയും ധ്യാനവും ലയിച്ചു ചേരുന്ന അഭൗമ സമ്മേളനമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതിനിടയിൽ നിന്റെ മയക്കം എന്റെ സംസാരത്തെ, വേദവിശകലനത്തെ കഠിനമായി അലോസരപ്പെടുത്തുന്നു ഭവതി. ഇല്ല, ഞാൻ ഉറങ്ങുന്നില്ല. അങ്ങയുടെ വിശകലനം എന്റെ മനസ്സിൽ ഉണർവ് പകരുന്നുണ്ട്, ആഹ്ലാദം പകരുന്നുണ്ട്. തുടർന്നാലും ഭഗവാനെ. ഞാൻ നൃത്തത്തിന്റെ സത്തയാണ്, നീ അതിന്റെ ആത്മാവ്. ഞാൻ പ്രപഞ്ചത്തിന്റെ കലാപരമായ താളമാണ് പറയുന്നത്. ഞാൻ ചലനത്തിലൂടെയും നീ താളത്തിലൂടെയും അസ്തിത്വത്തിന്റെ അഗാധമായ സൗന്ദര്യം സൃഷ്ടിക്കുന്നു. കലയുടെയും ആത്മീയതയുടെയും ദിവ്യമായ ധ്യാനം പ്രപഞ്ചത്തിന്റെ ആദ്യ സങ്കല്പമാണ്. ഈ പ്രപഞ്ചം തന്നെ എന്റെ നാടകശാലയാണ്. 64 കലകളെ ഈ വിശകലനം ചെയ്യുന്ന നടനവേദത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ടും അലസതയോടെ എന്റെ ഭാഷണത്തെ നിന്ദിച്ച നിന്റെ ധാർഷ്ട്യം ഇല്ല, സഹിക്കില്ല. നിന്റെ കലയെ, താളത്തെ, അതിന്റെ സംവാദത്തെ എത്ര നിസ്സാരമായി നീ കാണുന്നു. എന്നെ അപഹസിച്ച് മുഖം തിരിച്ചുറങ്ങിയ നീ എന്നെ കഠിനമായി ആക്ഷേപിക്കുകയായിരുന്നു. നീ കരുതുന്നു നീയാണ് നൃത്തത്തിൽ സർവകലാ വല്ലഭയെന്ന്. അറിയാതെ മയങ്ങിപ്പോയി. അതൊരു അപരാധമായി കണ്ട് അങ്ങ് ഇത്രയേറെ ചോദിക്കരുത്. അഹങ്കാരവും അഹന്തയും നിഴലിക്കുന്ന നിന്റെ ആ കള്ള ഉറക്കം, ആ തിരസ്കരണം, കലയിൽ നീയാണ് എങ്കിലും മേലെ എന്ന ഭാവം. എന്റെ നൃത്തം എന്നത് എന്റെ മാത്രം ആവിഷ്കാരമാണ്. ആ ലാസ്യ നടനത്തെ ഭേദിക്കാൻ അങ്ങയുടെ ഒരു ചുവടുകൾക്കും കഴിയില്ല. എന്റെ പ്രചണ്ഡ താണ്ഡവത്തെ നിന്റെ ലാസ്യ നടനം കൊണ്ട് ഭേദിക്കാനാകുമോ? എങ്കിൽ കാണട്ടെ ആ നൃത്തവിസ്മയം. തുടങ്ങാം നമുക്ക് തമ്മിലുള്ള ആ മത്സരം. തുടങ്ങാം. അങ്ങയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ലാസ്യവും ലയവും താളവും സമ്മേളിക്കുന്ന ശ്രീ പാർവതിയുടെ നൃത്തം. ഇതാ പ്രപഞ്ച നാടകശാല ഒരുങ്ങിക്കഴിഞ്ഞു. ജയവും പരാജയവും നിർണയിക്കാനുള്ള വിധിയുടെ നാട്യശാല. 64 കലകളുടെ മേളനം. ഇനി നടരാജ നൃത്തം.